1946 നവംബറിൽ ജനിച്ച് 2021 ജൂലൈ മാസം 12-ാം തീയതി കാലം ചെയ്ത് ദൈവസന്നിധിയിലേക്ക് യാത്രയായ പൗലോസ് തിരിയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ 5-ാം ഓർമ്മ പെരുന്നാളാണ് നാം ഇന്ന് ആചരിക്കുന്നത്. 74 വർഷത്തെ ദീർഘമായ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ലഭിച്ച അവസരങ്ങളെല്ലാം തിരുനാമ മഹത്വത്തിനായി സമർപ്പിച്ച് ജീവിച്ച ഒരു വലിയ പിതാവിൻ്റെ ഓർമ്മയാണ് നാം ആചരിക്കുന്നത്. മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് തുടർന്ന് വൈദികനായി എറണാകുളം സെൻറ് മേരീസ് പള്ളിയിലും മറ്റ് എൻ്റെ കുന്നംകുളം ഭദ്രാസനത്തിൽപ്പെട്ടതായ ഏതാനും ഇടവുകളിലൊക്കെ ശുശ്രൂഷ അനുഷ്ഠിച്ച ശേഷം 1985 എപ്പിസ്കോപ്പായിട്ട് സ്ഥാനമേറ്റ് ആദ്യമായി രൂപീകരിക്കപ്പെട്ട കുന്നംകുളം ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പൊലീത്തായി 1985 മുതൽ തൻ്റെ മരണം വരെയും തുടർന്നു വന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു നല്ല കാലഘട്ടമായി നാം മനസ്സിലാക്കുന്നുണ്ട്. കുന്നംകുളം ഭദ്രാസനം കൊച്ചി ഭദ്രാസനത്തിൽ നിന്ന് വേർപെടുത്തി അന്ന് ഏതാണ്ട് 23 പള്ളികളോടുകൂടെ ആണ് രൂപപ്പെടുത്തിയത്. അതിന് മുഴുവനും രൂപകൽപ്പന ചെയ്യുകയും അതിന് വേണ്ടതായ മാർഗനിർദ്ദേശങ്ങൾ ചെയ്യുകയും ചെയ്തത് മാത്യൂസ് പ്രഥമൻ ബാവ തിരുമേനിയാണ്. മാത്യൂസ് പ്രഥമൻ ബാവ തിരുമേനിയുടെ പ്രത്യേകമായ നിർദ്ദേശങ്ങളും അതുപോലെ അദ്ദേഹം കൊടുത്തതായ മാർഗ വഴികളും വരവണ്ണം വിടാതെ കാത്തു സൂക്ഷിക്കുന്നതിൽ പൗലോസ് തിരിയൻ കാതോലിക്ക ബാവ മരണം വരെയും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രധാനമായി അദ്ദേഹത്തെ സംബന്ധിച്ച് നാം ഓർക്കുന്നത് കാതോലിക്ക സ്ഥാനത്ത് വന്നതിന് ശേഷം സഭയുടെ നീതിബോധവും സത്യബോധവും ഉയർത്തിയ ഒരു പിതാവ് എന്നുള്ളതാണ്. മുൻ പിതാക്കന്മാരായ പുലിക്കോട്ട് തിരുമേനിയും ദിവന്നാസൂസ് അഞ്ചാമൻ തിരുമേനിയും വട്ടശ്ശേരി തിരുമേനിയും അതുപോലെ കുറിശി ബാവായും മറ്റുള്ള എല്ലാ പിതാക്കന്മാരും കാട്ടിത്തന്നതായ മാർഗത്തിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുവാൻ അദ്ദേഹം വളരെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. 2017 കോടതി വിധി ഉണ്ടായപ്പോൾ സുപ്രീം കോടതി വിധിയുടെ നടത്തിപ്പുണ്ടാകുന്നതിന് ഏറ്റവും കിണഞ്ഞ് പരിശ്രമിക്കുകയും ഏതാണ്ട് 60ഓളം പള്ളികളിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുകയും ചെയ്തു. എപ്പോഴും സഭയുടെ ഉന്നമനം അത് നീതിയിൽ അധിഷ്ഠിതമായ ഉന്നമനമായിരിക്കണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം എപ്പോഴും നീതിപ്രസംഗിയായിട്ട് സത്യത്തെ ഉദ്ഘോഷിക്കുന്നവനായിട്ട് ഇരുന്നു. അത് അദ്ദേഹം അടിസ്ഥാനപ്പെടുത്തിയത് മലങ്കര സഭയുടെ മാർത്തോമൻ പൈതൃകത്തിലാണ്.
സുറിയാനി സഭാ പാരമ്പര്യവും പൗരോഹിത്യ പാരമ്പര്യവും ശ്ലൈഹിക പാരമ്പര്യവുമെല്ലാം മാർത്തോമായിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതായ ആ സത്യത്തിനു വേണ്ടി മരണം വരെയും നിലകൊള്ളുവാനായിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. അതുകൊണ്ട് അതിന് എതിരായിട്ട് പലതരത്തിലുള്ള ആരോപണങ്ങളും വെല്ലുവിളികളും പീഡകളുമൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം എപ്പോഴും പറഞ്ഞത്, എൻ്റെ ജീവൻ അത്ര വലിയതായിട്ട് ഞാൻ കാണുന്നില്ല, സഭയുടെ ജീവനാണ് വലുത്. എൻ്റെ ജീവൻ പോയാലും സഭയുടെ ജീവന് യാതൊരു ദോഷവും ഉണ്ടാകാൻ പാടില്ല. അതാണ് ആ പിതാവിൻ്റെ അടിസ്ഥാന വീക്ഷണമെന്ന് പറയുന്നത്. അതുകൊണ്ട് മലങ്കര സഭയ്ക്ക് വേണ്ടി തീയിലേക്ക് എടുത്ത് ചാടുവാൻ പറഞ്ഞാൽ പോലും അതിന് യാതൊരു മടിയുമില്ല. പക്ഷെ എൻ്റെ സഭ അത് കാത്ത് സംരക്ഷിക്കപ്പെടണം. ഇതാണ് എനിക്ക് ലോകത്തോട് പറയുവാനുള്ളത് എന്ന് അദ്ദേഹം പല ആവർത്തിക്ക് നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്. സഭയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുവാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. 2017 കോടതി വിധി ഉണ്ടാകുമ്പോൾ വളരെ വ്യക്തമായി അദ്ദേഹം പണ്ട് 1958 കുറിച്ചി ബാബ പറഞ്ഞതുപോലെ സമാധാനത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്, സഭയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. കോടതി വിധി അംഗീകരിച്ചുകൊണ്ട്, മാർത്തോമൻ പൈതൃകം അംഗീകരിച്ചുകൊണ്ട്, സഭയുടെ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് സഭയിലെ എല്ലാവരും ഒന്നായിത്തീരണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതിൽ വിഘടന ചിന്തകൾ ഉണ്ടാവരുത്, ഐക്യപ്പെടണമെന്നുള്ളതായ ആഹ്വാനമാണ് അദ്ദേഹം നൽകിയത്. പക്ഷെ അതൊക്കെ ബധിര കർണപടങ്ങളിൽ പതിച്ചതുകൊണ്ട് ഫലമുണ്ടായില്ല എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും ആ സത്യത്തിനു വേണ്ടി എന്ന് നിലകൊള്ളുവാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. നീതിപ്രസംഗി ആയിരുന്നത് പോലെ തന്നെ സമാധാന ദൂതനായും കൂടി അദ്ദേഹം പ്രവർത്തിച്ചു. അനേകം ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് സഭയുടെ സമാധാന സംസ്ഥാപനത്തിനായിട്ട് വരുമ്പോൾ ഞാൻ എപ്പോഴും അതിന് തയ്യാറാണ്. എന്നാൽ എൻ്റെ മുൻ പിതാക്കന്മാര് കൈപിടിച്ചു നിർത്തിയിരുന്നതായ ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളെ ബലി കഴിച്ചുകൊണ്ട് ഒരു സമാധാനത്തിനും തയ്യാറാകുവാൻ സാധ്യമല്ല. മലങ്കര സഭയിൽ ഒരു സമാധാനം ഉണ്ടാകണമെങ്കിൽ അത് ശാശ്വതമായ സമാധാനമായിരിക്കണം. അത് താൽക്കാലികമായ ഒരു സമാധാനത്തിന് വേണ്ടി എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്ത് നടത്തുക എന്നുള്ളതല്ല. ശാശ്വത സമാധാനത്തിനുള്ള മാർഗം എന്താണെന്ന് പറയുക, അതിന് ഞാൻ വഴിപ്പെടുവാൻ തയ്യാറാണ്. താൽക്കാലികമായി ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിഘടന രീതിയിൽ സഭയെ കൊണ്ടുപോകാനായിട്ട് സാധ്യമല്ല. സഭയുടെ തനിമയും സ്വാതന്ത്ര്യവും സൂക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ളത് അദ്ദേഹം വ്യക്തിപരമായി ഏറ്റെടുത്തു. അങ്ങനെ ആ വ്യക്തിപരമായി ഏറ്റെടുത്തുകൊണ്ടാണ് സഭയെ കാത്ത് സംരക്ഷിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. നീതിപ്രസംഗിയും സമാധാന ദൂതനുമായിരുന്നുവെങ്കിലും അതോടൊപ്പം തന്നെ അദ്ദേഹം എക്യൂമെനിക്കൽ രംഗത്ത്, സഭാ ഐക്യ രംഗത്ത് വളരെയധികം ശോഭിച്ചയാളാണ്. ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവ സഭകളുമായിട്ട്, റോമൻ കത്തോലിക്ക സഭയിലെ പോപ്പുമായിട്ടും ആംഗ്ലിക്കൻ സഭയിലെ കാൻട്രി ആർച്ച് ബിഷപ്പുമായിട്ടും അതുപോലെ റഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ റഷ്യൻ ബിഷപ്പുമായിട്ടും അർമീനിയൻ സഭയിലെ കാതോലിക്കായിട്ട് എല്ലാവരോടും നല്ല സുഹൃതം
നിലനിർത്തുവാനും അവരെയൊക്കെ പോയി കാണുവാനും മലങ്കര സഭയുടെ ഒരു വലിയ അംബാസഡർ എന്നുള്ള രീതിയിൽ അവരെ സഭയുടെ അടിസ്ഥാന തത്വങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാനും അദ്ദേഹം തയ്യാറായി. എത്യോപ്യൻ പാത്രികീസായിരുന്ന ഇപ്പോഴത്തെ മത്യാസിന്റെ തെരഞ്ഞെടുപ്പിലും വാഴ്ചയിലും അദ്ദേഹം സംബന്ധിച്ചു. അതുപോലെ മറ്റെല്ലാ ശുശ്രൂഷകളിലും തന്റെ സാന്നിധ്യം അറിയിക്കുകയുണ്ടായി. അന്ത്യോക്യ പാത്രികീസ് ആയിരിക്കുന്ന അപ്രയം കരീം പാത്രികീസുമായിട്ടും പല സന്ദർഭങ്ങളിൽ അദ്ദേഹം അർമീനിയയിൽ വെച്ചും മറ്റു പല വേദികളിലും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സഭയുടെ സ്വാതന്ത്ര്യം ബലി കഴിച്ച് അന്ത്യോക്യൻ ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് കീഴില് ഒരു കീഴ്സ്ഥാനിയായിട്ടോ അതിൻ്റെ കീഴിലുള്ള ഒരു സഭയായിട്ടോ മലങ്കര സഭയെ പരിഗണിച്ചാൽ അതിന് മലങ്കര നസ്രാണികൾ പൗരാണികമായ മാർത്തോമൻ പൈതൃകം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്ന മലങ്കര നസ്രാണികൾ അതിന് വഴിപ്പെടുകയില്ല എന്ന് ആരുടെയും മുഖത്ത് നോക്കി ഈ രംഗങ്ങളിലൊക്കെ അദ്ദേഹത്തിന് പറയുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോ സമയത്തും അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോൾ സഭയെക്കുറിച്ചുള്ളതായ തീവ്രതയാണ്. മറ്റെല്ലാ കാര്യത്തിലും വിട്ടുവീഴ്ചകൾ ചെയ്യാം, പക്ഷേ സഭയെയും അതിൻ്റെ ആരാധനയും പാരമ്പര്യത്തെയും വിട്ടുവീഴ്ച ചെയ്യുവാൻ സാധ്യമല്ല എന്ന് എക്യൂമെനിക്കൽ രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹം എല്ലാവരോടും പറഞ്ഞ സത്യമാണ്. പക്ഷെ ഇതിനെല്ലാം അദ്ദേഹത്തെ വീര്യം നൽകിയത് പ്രാർത്ഥനാ ജീവിതമാണ്. രാത്രിയെ പകലാക്കിക്കൊണ്ടുള്ളതായ പ്രാർത്ഥനാ ജീവിതം മറ്റാരും ശ്രദ്ധിക്കപ്പെടാതെ രഹസ്യമായി ചെയ്തിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിത അന്ത്യത്തിലാണ് പലരും മനസ്സിലാക്കുന്നത്. രോഗിയായി പരിമല ആശുപത്രിയിൽ കിടക്കുമ്പോൾ എല്ലാ ദിവസവും രാത്രി താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായ മധ്യസ്ഥ പ്രാർത്ഥന തനിക്ക് ചൊല്ലാൻ പാടില്ലാത്തപ്പോൾ ഷമ്മാശന്മാരെയും അച്ഛന്മാരെയും കൂട്ടിയിരുത്തി അവരെ കൊണ്ട് ആ മധ്യസ്ഥ പ്രാർത്ഥനകൾ പറയുന്ന പേരുകളെല്ലാം ഉച്ചത്തിൽ ചൊല്ലി ആ പ്രാർത്ഥന നിർവഹിക്കുമ്പോഴാണ് ഇത്രയും ആളുകൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന എല്ലാ ദിവസവും രാത്രിയിൽ അനുഷ്ഠിച്ചിരുന്ന പിതാവാണെന്നുള്ളത് പലർക്കും വെളിയിൽ അറിയുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ വീര്യത്തിൽ നിന്നാണ് അദ്ദേഹം ഇപ്രകാരമുള്ള നിലപാടെടുക്കുകയും ആ നിലപാട് മലങ്കര സഭയ്ക്ക് എപ്പോഴും അനുഗ്രഹകരമായി തീരുകയും ചെയ്തു എന്നുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ രഹസ്യമാണ് കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. ആ കാരുണ്യ പ്രവർത്തനത്തിൽ ഏറ്റവും മുൻപിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ഒരു രംഗം കുന്നംകുളം ഭദ്രാസനത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി തൻ്റെ സ്വന്തം കൈമത്തിൽ നിന്ന് 22 വീടുകൾ വെച്ച് കൊടുത്തു താൻ കാലം ചെയ്യുന്നതിന് മുമ്പ്. ഇന്ന് അതിൻ്റെ തുടർച്ചയായി ആ ഭദ്രാസനത്തിൽ കൂടുതൽ വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ ശ്രദ്ധയായിരുന്നു മഞ്ഞപ്ര ബാലഭവനും ബാലിയ ഭവനും. അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിലാണ് ഞാനും ആ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുവാനായിട്ടിടയായത്. ജോസഫ് മാർ പക്കോമിയൂസ് തിരുമേനി പ്രസിഡന്റായിരുന്നപ്പോൾ അദ്ദേഹം കാലം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്ത് വരുവാനിടയായതുകൊണ്ട് ഞാനും അതിൻ്റെ ഭാഗമായി തീർന്നു. എന്നാൽ അവിടെ ഉള്ളതായിരിക്കുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമെല്ലാം നല്ല ജീവിതം സമ്മാനിക്കുവാൻ തന്നാൽ കഴിയുന്ന സർവവും അവർക്ക് രഹസ്യമായി ചെയ്തു കൊടുത്തു. അതോടൊപ്പം തന്നെ എപ്പോഴും കണ്ടനാട് ഭദ്രാസനത്തിലെ പക്കോമിയൂസ് തിരുമേനിയുടെ നാമത്തിലുള്ള എല്ലാ ചാരിറ്റി ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾക്കും
അദ്ദേഹം രഹസ്യമായി സഹായം ചെയ്തിരുന്നുവെന്നുള്ളത് വ്യക്തിപരമായി എനിക്ക് അറിവുള്ളതാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും നീതിപ്രസംഗിയായിട്ട് സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും കാത്തു സൂക്ഷിക്കുന്നവനായി, എക്യൂമെനിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവനായി, പ്രാർത്ഥനാ വീരനായിട്ട്, അതോടൊപ്പം തന്നെ ജീവകാരുണ്യത്തിൻ്റെ മുഖ്യ ദർശകനായിട്ട് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞുവെന്നുള്ളത് മലങ്കര സഭയ്ക്ക് നൽകുന്ന വലിയ പാരമ്പര്യമാണ്. ആ പിതാവിൻ്റെ ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമാണ് എനിക്ക് നിങ്ങൾക്കുമുള്ളത്. ആ പിതാവിൻ്റെ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ.